അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ദൂരത്തിൽ ഉഹുദ് മല വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മല നമ്മളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഈ മലയെയും സ്നേഹിക്കുന്നു. അള്ളാഹുവെ, ഇബ്രാഹിം മക്കയെ ഒരു പരിശുദ്ധമായ സ്ഥലം ആക്കി മാറ്റിയതുപോലെ, ഇബ്രാഹിം ദുആ ചെയ്തതുകൊണ്ടാണ് മക്കയെ ഹറം ആക്കിയത്, അതുപോലെ ഈ മദീനയിലെ രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലത്തെ നീ ഹറം ആക്കണേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലഅ ഉഹുദുൻ فقال هذا جبل يحبنا ونحبه اللهم إن إبراهيم حرم مكة وإني أحرم ما بينها لابتيها. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ആ കല്ല്, അതായത് മസ്ജിദ് പണിയാൻ, മക്ക പണിയാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാം കയറി നിൽക്കാൻ ഉപയോഗിച്ച കല്ല് ഇപ്പോഴും മസ്ജിദുൽ ഹറാമിൽ, അതായത് മക്കയിലെ പരിശുദ്ധമായ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കഅബയുടെയും സംസമിൻ്റെയും ഇടയിലാണ് വച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതായിട്ട്, നീ കാണുന്നില്ലേ, നിന്റെ ആളുകൾ കഅബ ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ പുതുക്കി പണിതപ്പോൾ അവരെ അത് ഇബ്രാഹിമിൻ്റെ അടിത്തറയിൽ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, എന്നാൽ പിന്നെ നമുക്കത് പൊളിച്ച് കറക്റ്റ് ഇബ്രാഹിമിൻ്റെ അടിത്തറയിൽ പണിതുകൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അക്രമം അല്ലെങ്കിൽ അന്യായം, അതായത് ബഹുദൈവാരാധനയാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം അങ്ങോട്ട് വിട്ടിട്ട് വന്നേ ഉള്ളൂ, അതായത് ഇസ്ലാമിലേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. മക്കം വിജയത്തിന് ശേഷമൊക്കെ ആയിരിക്കും മക്കാരെ പറ്റി പൊതുവായി പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും പറ്റിയിട്ട്. അതിനു മുമ്പ് കാലങ്ങളോളം നിങ്ങൾ വിഗ്രഹാരാധനയും കാര്യങ്ങളും ഒക്കെ ആയി ജീവിച്ചവരായിരുന്നു. അതായത് നിങ്ങൾ ഇപ്പോൾ അക്രമത്തിൽ നിന്ന് പുറത്തു വന്നേ ഉള്ളൂ, അതല്ലായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്തേനെ. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്, നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ ജസ്റ്റ് പുറത്തോട്ട് വന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കഅബ പൊളിക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ ഒരു വംശീയ പ്രശ്നമോ അല്ലെങ്കിൽ അത് വലിയ അഭിമാന പ്രശ്നമോ ഒക്കെ ആയി മാറാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആയിഷ ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നായിരിക്കും തീർച്ചയായും കേട്ടിരിക്കുക. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും രണ്ട് മൂലകൾ തൊടാറില്ലായിരുന്നു. അൽ ഹിജ്റിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന രണ്ട് മൂലകൾ, അതായത് ഒരു ഭിത്തി, ആ ഒരു ഭിത്തിയുടെ അപ്പുറമുള്ള മൂലകളിൽ അദ്ദേഹം തൊടാറില്ലായിരുന്നു. കാരണം ആ സ്ഥലം ഇബ്രാഹിമിൻ്റെ അടിത്തറയിലല്ല പണിതിരിക്കുന്നത്, അതുകൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ സൗജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലം തറൈ അന്ന ഖൗമകി ലമ്മ ബനൗൽ കഅബത ഇഖ്തസറു അൻ ഖവാഇദ് ഇബ്രാഹിം فقلت يا رسول الله ألا تردوها على فوائد إبراهيم فقال لولا حدثان قومك بالكفر فقال عبد الله بن عمر لئن كانت عائشة سمعت هذا من رسول الله صلى الله عليه وسلم ما أرى أن رسول الله صلى الله عليه وسلم ترك استلام الركنين اللذين يليان الحجر إلا أن البيت لم يتمم على قواعد إبراهيم. അബൂ ഹുമൈദ് അസ്സഈദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആളുകൾ ചോദിച്ചു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് താങ്കളുടെ മേലിൽ സലാത്ത് ഓദിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് സലാത്ത് വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ മറുപടി പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യാതിഹി കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ ബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജി വ ദുർരിയ്യതി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. അതിൻ്റെ അർത്ഥം, അല്ലയോ അള്ളാഹുവേ, നിൻ്റെ സലാത്ത്, അതായത് മഹത്വങ്ങൾ, ആദരവ്, കരുണ, ഇതൊക്കെ മുഹമ്മദിന് മേളിൽ നീ അയക്കണമേ, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ മേളിലും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയുടെ മേളിലും. താങ്കൾ എങ്ങനെയാണോ താങ്കളുടെ സലാത്ത്, അതായത് മഹത്വവും ആദരവും കരുണയും ഇബ്രാഹിമിൻ്റെ മേളിൽ അയച്ചത്, ഇബ്രാഹിമിൻ്റെ കുടുംബത്തിൻ്റെ മേളിൽ അയച്ചത്, അതുപോലെ നീ അനുഗ്രഹങ്ങൾ അയക്കണമേ മുഹമ്മദിൻ്റെ മേളിലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ മേളിലും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയുടെ മേളിലും. നീ എങ്ങനെയാണോ ഇബ്രാഹിമിൻ്റെ മേളിൽ അനുഗ്രഹങ്ങൾ അയച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മേളിലും അതുപോലെ നീയാകുന്നു ഏറ്റവും സ്തുത്യർഹനായതും
ഏറ്റവും മഹത്വമുള്ളവനും. അഖ്ബറനി അബൂ ഹുമൈദിൻ അസ്സഈദിയ്യു റളിയല്ലാഹു അൻഹു അന്നഹും ഖാലു യാ റസൂലുള്ളാഹ് കൈഫ നുസല്ലി അലൈക ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വദുർരിയ്യാതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വദുർരിയ്യതിഹി കമാ ബാറക്ത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇതൊക്കെ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്നതാണ്, അതായത് അത്തഹിയാത്തിന് ശേഷം. ഇതിനെ ഇബ്രാഹിമിയ സലാത്ത് എന്നാണ് പറയുക. അബ്ദുറഹ്മാൻ അബി ലൈല വിശദീകരിക്കുന്നു, കഅബ് ഇബ്നു ഉജ്റ എന്നെ കണ്ടു എന്നിട്ട് ചോദിച്ചു, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ? അബ്ദുറഹ്മാൻ പറഞ്ഞു, എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലേ അള്ളാഹുവിൻ റസൂലേ, ഞങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് താങ്കളുടെ മേലിൽ സലാത്ത് അയക്കുന്നതിന് വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ മേലിലേക്ക് എങ്ങനെയാണ് ഞങ്ങൾ സലാത്ത് അയക്കേണ്ടത്, താങ്കളുടെ കുടുംബാംഗങ്ങളുടെ മേലിലേക്ക് എങ്ങനെയാണ് അയക്കേണ്ടത്? അപ്പോൾ അള്ളാഹുവാണേ അദ്ദേഹം ഞങ്ങളെ എങ്ങനെയാണ് അത് അയക്കേണ്ടതെന്ന്, അതല്ലെങ്കിൽ ആശീർവദിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അതിൻ്റെ അർത്ഥം, അല്ലേ അല്ലാഹുവേ, നീ നിൻ്റെ സലാത്ത്, അതായത് മഹത്വവും ആദരവും കരുണയും മുഹമ്മദിൻ്റെ മേലിൽ അയക്കണമേ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ അയക്കണമേ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരുടെ മേലിൽ അയക്കണമേ. നീ എങ്ങനെയാണോ സലാത്ത് ഇബ്രാഹീമിന് അയച്ചിരുന്നത്, അതായത് മഹത്വവും ആദരവും കരുണയും, അതുപോലെ ഇബ്രാഹിമിൻ്റെ കുടുംബത്തിൻ്റെ മേലിലും എങ്ങനെയാണോ അയച്ചിരുന്നത്, അതല്ലെങ്കിൽ ഇബ്രാഹീമിൻ്റെ പിന്തുടർച്ചക്കാർ അവരുടെ മേലിൽ എങ്ങനെയാണോ അയച്ചിരുന്നത് അതുപോലെ. കാരണം നീ ഏറ്റവും സ്തുത്യർഹനാകുന്നു, നീ ഏറ്റവും മഹത്വമുള്ളവനാകുന്നു. അല്ലേ അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹങ്ങൾ നീ മുഹമ്മദിൻ്റെ മേലിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മേലിലും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരുടെ മേലിലും അയക്കണമേ. നീ എങ്ങനെയാണോ നിൻ്റെ അനുഗ്രഹങ്ങൾ ഇബ്രാഹീമിൻ്റെ മേലിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മേലിലും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരുടെ മേലിലും അയച്ചത് അതുപോലെ. കാരണം നീയാകുന്നു ഏറ്റവും സ്തുത്യർഹനും, നീയാകുന്നു ഏറ്റവും മഹത്വമുള്ളവനും. ഇത് ഇബ്രാഹിമിയ സലാത്തിൻ്റെ വേറെ ഒരു രൂപം. ചെറിയ നിസ്സാര വ്യത്യാസമേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാലും മതി. എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, മാറി മാറി ഉപയോഗിക്കുന്നതും നല്ലതാണ്. സമയ അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല ഖാല ലഖിയനി കഅബ് ഇബ്നു ഉജ്റത ഫഖാല അലാ ഉഹ്ദി ലക ഹദിയ്യതൻ സമഅതുഹാ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ബലാ ഫഅഹ്ദിഹാ ലി ഫഖാല സഅൽനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽനാ യാ റസൂലുള്ളാഹ് കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത് ഫഇന്നല്ലാഹ ഖദ് അല്ലമനാ കൈഫ നുസല്ലിമു ഖാല ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അഭയം തേടാറുണ്ടായിരുന്നു, അൽ ഹസന് വേണ്ടിയും അൽ ഹുസൈന് വേണ്ടിയും. എന്നിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രപിതാവ്, അതായത് ഒരുപാട് കാലം മുമ്പുണ്ടായിരുന്ന വല്യാപ്പ, അതായത് ഇബ്രാഹിമിനാണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹവും അള്ളാഹുവിൽ നിന്ന് ഇസ്മായിലിന് വേണ്ടി അഭയം തേടാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ സഹായം ചോദിക്കാറുണ്ടായിരുന്നു, ഇസഹാക്കിന് വേണ്ടിയും ചോദിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ഓതിക്കൊണ്ട്, അല്ലേ അള്ളാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, ഞങ്ങളുടെ വാക്കുകൾ വളരെ കൃത്യമുള്ളതാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പൈശാചികതകളിൽ നിന്നും, അപ്പോൾ അതായത് വായിൽ നിന്ന് എന്തെങ്കിലും കൈവിട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദുആ, വിഷ ജന്തുക്കളിൽ നിന്നും സകലമാന പൈശാചികതകളിൽ നിന്നും അല്ലെങ്കിൽ പിശാചുകളിൽ നിന്നും ഉപദ്രവകാരികളിൽ നിന്നും അസൂയക്കാരിൽ നിന്നും, അതായത് കണ്ണ് വയ്ക്കുന്ന ആളുകളിൽ നിന്നും. عن ابن عباس رضي الله عنهما قال كان النبي صلى الله عليه وسلم يعوذ الحسن والحسين ويقول إن أباكما كان يعوذ بها إسماعيل وإسحاق أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു ദുആയാണത്. അള്ളാഹുവിൻ്റെ വചനം എന്നിട്ട് പറയുക ആ അതിഥികളെ പറ്റി, ഇബ്രാഹീമിൻ്റെ അതിഥികൾ, അതായത് മലക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. 15-ാമത്തെ സൂറത്ത് 51-ാമത്തെ ആയത്ത്. വീണ്ടും അല്ലാഹു തആലയുടെ വചനം വീണ്ടും ഓർക്കുക അല്ലെങ്കിൽ അറിയുക. ഇബ്രാഹിം ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ റബ്ബേ, നീ എങ്ങനെയാണ് മരിച്ചതിന് ജീവൻ കൊടുക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരൂ. 2-ാമത്തെ സൂറത്ത് 260-ാമത്തെ ആയത്ത്. ബാബു
വനബ്ബിഅഹും അൻ ضيف ഇബ്രാഹീം. അൽ-ഹിജ്ർ 51. ലാ തൗജൽ ലാ തഖഫ്. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. അൽ-ബഖറ 260. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നമുക്ക് സംശയമുണ്ടാവാനുള്ള സകല കാരണവും ഉണ്ട്. ഇബ്രാഹിം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേളിൽ സംശയമുണ്ടാകാം. രക്ഷിതാവേ, എനിക്ക് നീ കാണിച്ചു തരൂ എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അതായത് ഇബ്രാഹിമിന് വിശ്വാസം ഇല്ലേ, ഈമാൻ ഇല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. അതുപോലെ തന്നെ അള്ളാഹുവും ചോദിച്ചത്, അള്ളാഹു ചോദിച്ചു, നീ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം ഇബ്രാഹിം പറഞ്ഞു, അതെ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ വിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. 2-ാമത്തെ സൂറത്ത് 260-ാമത്തെ ആയത്ത്. ഇത് വലിയൊരു തർക്കമുള്ള ആയത്താണ്. ഇത് കാണുമ്പോൾ മിക്ക ഇസ്ലാമിക പണ്ഡിതന്മാരും പറയുന്നത്, അതായത് മുഫസ്സിറുകൾ, വലിയ ഇമാമിങ്ങളൊക്കെ പറയുന്നത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സംശയമൊന്നുമില്ലായിരുന്നു, കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ വളരെ കുറച്ച് ആളുകൾ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം പൂർണ്ണമായി മുസ്ലിം ആയിട്ടില്ലായിരുന്നു, ചെറിയ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചതിനെ ജീവിപ്പിക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൽ കൃത്യമായി അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാം തന്നെ ചോദിക്കുന്നതായിട്ട്. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കരുണ അയച്ചു ലൂത്തിന് മേലിൽ. തീർച്ചയായും അദ്ദേഹം ഒരു ഭയങ്കര ശക്തിയുള്ള ഒന്നിലായിരുന്നു ഊന്നി നിന്നിരുന്നത്. അതായത് ചാരി നിൽക്കുക, അഭയം പ്രാപിക്കുക, അതല്ലെങ്കിൽ ആശ്രയിക്കുക എന്നൊക്കെ പറയാം. അതായത് ലൂത്ത് അലൈഹിസ്സലാം കൈവിട്ടു പോകുന്നൊരു രംഗമുണ്ട്. അതായത് അവരുടെ കഥ അവസാനിക്കുന്നിടത്തോളം വരുമ്പോൾ ആളുകൾ വീടിൻ്റെ മുമ്പിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുന്നു, പ്രതിഷേധമൊക്കെ. അവർ അത് പറഞ്ഞാൽ നമ്മുടെ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്കൊക്കെ സമരം നടത്തി ജാഥ പോകുന്നത് പോലത്തെ ഒരവസ്ഥ. വീടിൻ്റെ വാതിൽക്ക് വന്ന് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ സകല പിടിയും വിട്ടിട്ട് ലൂത്ത് അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് ചാരി നിൽക്കാൻ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അതായത് നല്ല കുടുംബം, വലിയ സ്ട്രോങ്, അവിടുത്തെ വലിയ ടോപ്പ് ഫാമിലി ആയിരുന്നുവെങ്കിൽ ഇവർ ജയിലിലായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹ് പറയുകയാണ്, ലൂത്ത് എന്തിനാ അങ്ങനെ പറഞ്ഞത്? ലൂത്തിന് അള്ളാഹു ഇല്ലേ, അത് ഞാനില്ലേ, ചാരി നിൽക്കാൻ ഏറ്റവും ശക്തിയുള്ള ഒന്നല്ലേ തീർച്ചയായിട്ടും അവന് ഞാനുള്ളത് എന്നുള്ള രീതിയിൽ. അതാണ് ഈ സംഭവം. പിന്നെ വേറൊരു കഥ, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത്, യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് രാജാവ് ജയിലിൽ നിന്നും വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ വരില്ല, കാരണം എന്നെ കള്ളക്കേസ് ഉണ്ടാക്കിയാണ് ഇവിടെ ഇട്ടത്, പെണ്ണ് കേസ് ഉണ്ടാക്കിയിട്ട്. അതും ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മന്ത്രിയുടെ ഭാര്യയും അവിടുത്തെ വീട്ടിലെ വേലക്കാരനും അല്ലെങ്കിൽ മന്ത്രി കൊട്ടാരത്തിലെ വേലക്കാരനുമായിട്ടുള്ള അവീത ബന്ധം ആണ് അന്നത്തെ മീഡിയയിൽ ചർച്ചയായത്. അത്രയധികം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി രാജ്യം മുഴുവൻ അറിയിച്ചിട്ടൊക്കെയാണ് അദ്ദേഹത്തിനെ പിടിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലിട്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ കാര്യം തെളിയിക്കാതെ ഞാൻ വരില്ല എന്ന് പറയും. പക്ഷേ റസൂൽ പറയുകയാണ്, യൂസുഫിൻ്റെ തൻ്റെ ഇടം സമ്മതിക്കണം. ഞാനെങ്ങും ആയിരുന്നെങ്കിൽ, അതായത് അത്രയും കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം ആരെങ്കിലും ഒരാൾ പറയുകയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വെക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോകുമായിരുന്നു എന്നാണ് ഇത് പറയുന്നത്. ഞാനെങ്ങാനും ആ അവസ്ഥയിൽ ജയിലിലായിരുന്നുവെങ്കിൽ, അത്രയും കാലം ജയിലിലായിരുന്നുവെങ്കിൽ, യൂസുഫ് എത്ര കാലം കിടന്നോ അത്രയും കാലം ഞാൻ ആ അവസരം ഉപയോഗപ്പെടുത്തുമായിരുന്നു, അല്ലെങ്കിൽ അവർ എനിക്ക് വച്ച് നീട്ടിയത് ഞാൻ സ്വീകരിക്കുമായിരുന്നു. എൻ്റെ മേലിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എൻ്റേതല്ല എന്ന് നിൽക്കുന്നതിന് പകരം ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഓടാനായിരുന്നു കൂടുതൽ കാണിക്കുക. അപ്പോൾ അതായത് റസൂൽ പറയുന്നത്, യൂസുഫ് ഒരു ഒന്നൊന്നര മനുഷ്യനാണ്, തൻ്റെ ഇടം സമ്മതിക്കണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മളതിനെ തിരിച്ചു കാണുകയോ ഒന്നും ചെയ്യരുത്. ഈ രണ്ട് കാര്യങ്ങളിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ربي أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن ويرحم الله لوطا لقد كان يأوي إلى ركن شديد ولو لبثت في السجن طول ما لبث يوسف لأجبت الداعي. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഒരു വാശിക്കാരൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല സ്ഥാപിക്കണം എന്ന് ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തേക്ക് പോകാൻ നിരസിച്ചു. ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ പറയുന്നത്, ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരില്ല, ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. എൻ്റെ പേരിൽ എൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ എൻ്റെ വിരോധികൾ കെട്ടിച്ചമച്ച കേസുകളെല്ലാം അന്വേഷിച്ച് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച് എന്നെ കുറ്റവാളി അല്ല എന്ന് സ്ഥാപിക്കുന്നത് വരെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കൊല്ലങ്ങളോളം ജയിലിൽ കിടന്നു. അദ്ദേഹം നിർദോഷിയാണ് എന്ന് സ്ഥാപിച്ചപ്പോഴേക്കും, അപ്പോൾ അതായത് 7
കൊല്ലമൊക്കെ കിടന്നുണ്ടാവും, അല്ലാഹുവാലും. ഏതായാലും നല്ലൊരു കാലം ജയിലിൽ കിടന്നു, ഒരു കാരണവും ഇല്ലാതെ. അത് സ്ഥാപിച്ചപ്പോഴത്തേക്ക് ഒരുപാട് സമയം ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാം ഭയങ്കര ക്ഷമയുള്ള മനുഷ്യനായിരുന്നു, അതായത് ഇനിയും താങ്ങാൻ കഴിവുള്ള ആളായിരുന്നു. 7-9 കൊല്ലം ജയിലിൽ കുറ്റം പോലും ചെയ്യാതെ കിടന്നിട്ട് പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ ഞാൻ വരില്ല, ഇനിയും വേണമെങ്കിൽ കിടന്നോളാം എന്ന് പറയുന്നതിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാം ഒരു ഒന്നൊന്നര മനുഷ്യനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യൂസുഫിൻ്റെ അത്രയും ക്ഷമയില്ല എന്നൊന്നും ഇതിൽ പറയുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാനാണെങ്കിൽ അതിലേക്ക് ഓടിപ്പോകുമായിരുന്നു. അതിൻ്റെ അർത്ഥം റസൂലിന് തീരെ ക്ഷമയില്ല എന്നല്ല, രണ്ടുപേരും ഒരേ നിലയിലാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.